നിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൽ വളരെ വലിയ തോതിലുള്ള ഒരു തൂത്തുവാറൽ വിജയം ഇപ്പോൾ BJP നേടിയിരിക്കുന്നു. അതായത് കോൺഗ്രസ് AAP സമ്പൂർണ്ണ പരാജയമായി മാറിയിരിക്കുന്നു. വട്ടപൂജ്യം, അതായത് 0 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നിരിക്കുന്നു. 52 സീറ്റിലും BJP വിജയിച്ച് കയറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. വിശദമായി തന്നെ പറയുകയാണെങ്കിൽ മോർബി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് BJP 52 സീറ്റുകളും നേടിയിരിക്കുന്നത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ BJPക്ക് വലിയ തോതിലുള്ള വിജയം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത്. 52 സീറ്റുകളിലും BJP വിജയിച്ച് കയറിയിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷത്തിന്, കോൺഗ്രസിനും AAPക്കും വട്ടപൂജ്യം സീറ്റുകളാണ് കിട്ടിയിരിക്കുന്നത്. ഗുജറാത്തിലെ മോർബി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലാണ് BJP 52 സീറ്റുകളും നേടിയിരിക്കുന്നത്. മോർബി മുനിസിപ്പൽ കോർപ്പറേഷനിൽ 13 വാർഡുകളാണ് ഉള്ളതെന്ന് പറയുന്നത്. ഈ 13 വാർഡുകളിൽ 52 സീറ്റുകളാണ് ഉള്ളതെന്ന് പറയുന്നത്. ഈ 13 വാർഡുകളിൽ 52 സീറ്റുകളും ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി BJP വിജയിച്ചിരിക്കുന്നു. അതായത് ചരിത്രപരവും സമ്പൂർണവുമായിട്ടുള്ള വിജയമാണ് ഇതെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ വിജയം പ്രതിപക്ഷത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഈ നഗരത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് നാണം കെട്ടുപോയ ഒരു തോൽവി എന്ന് എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് കോൺഗ്രസിനും AAPയും സംബന്ധിച്ചിടത്തോളം. അതായത് അവർക്ക് അക്കൗണ്ട് തുറക്കാൻ പോലും കഴിഞ്ഞില്ല. ഈ 100% സ്ട്രൈക്ക് നിരക്ക്, അതായത് ഈ ഒരു 100% വിജയം എന്ന് പറയുന്നത് ഔദ്യോഗിക പ്രതിപക്ഷ സാന്നിധ്യമില്ലാതെ ഭരണകക്ഷി കോർപ്പറേഷൻ ഭരിക്കുമെന്ന് ഉറപ്പാക്കുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇത് വ്യാവസായിക കേന്ദ്രത്തിലുള്ള വോട്ടർമാരുടെ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ ഏകീകരണത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വ്യാവസായിക വെല്ലുവിളികളും വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവും ഉണ്ടായിരുന്നിട്ടും വോട്ടർമാർ രാഷ്ട്രീയ സ്ഥിരതയ്ക്കും ഭരണപരമായ ആശ്വാസ വാഗ്ദാനത്തിനും മുൻഗണന നൽകിയതായിട്ടാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഡാറ്റ പ്രകാരമാണെങ്കിൽ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ 55%, മുനിസിപ്പാലിറ്റികളിൽ 65%, ജില്ലാ പഞ്ചായത്തുകളിൽ 66%, താലൂക്ക് പഞ്ചായത്തുകളിൽ 67%മാണ് വോട്ടർമാരുടെ പോളിംഗ് രേഖപ്പെടുത്തിയതെന്ന് പറയുന്നത്. മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ കച്ച് ജില്ലയിലെ പുതുതായി രൂപീകരിച്ച ഗാന്ധി ഡാമിലാണ് ഏറ്റവും കുറഞ്ഞ പോളിംഗ് രേഖപ്പെടുത്തിയത്, 46%. അതേസമയം വൽസാദ് ജില്ലയിലെ വാപ്പിയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നത്, 72%. അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് 51% പോളിംഗ് രേഖപ്പെടുത്തിയത്. നവസാരി, ഗാന്ധിധാം, മോർബി, വാപ്പി, ആനന്ദ്, നാദിയാദ്, മെഹ്സാന, പോർബന്ദർ, സുരേന്ദ്രനഗർ എന്നിവയുൾപ്പെടെ പുതുതായി സൃഷ്ടിച്ച 9 മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ആദ്യമായിട്ടായിരുന്നു പോളിംഗ് നടന്നത്. BJP, കോൺഗ്രസ്, AAP എന്നിവരായിരുന്നു തെരഞ്ഞെടുപ്പിലെ പ്രധാന മത്സരാർത്ഥികൾ എന്ന് പറയുന്നത്. അതേസമയം AIMIMഉം നിരവധി മേഖലകളിൽ സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ പറയുന്ന 3 പാർട്ടികൾക്കും, കോൺഗ്രസിനായാലും AAPക്കായാലും AIMIMനായാലും ഒരു തരത്തിലുള്ള നേട്ടമുണ്ടാക്കാൻ സാധിച്ചില്ലെന്ന് മാത്രമല്ല, അക്കൗണ്ട് പോലും തുറക്കാൻ പറ്റാത്തവണ്ണം നാണം കെട്ട തോൽവിയിലേക്ക് കാര്യങ്ങൾ മാറുകയും BJP തൂത്തുവാറൽ വിജയം ഈ ഒരു സ്ഥലത്ത് നേടിയെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. അതായത് 52 സീറ്റുകളും നേടിയിരിക്കുന്നു. 13 വാർഡുകളിലായിട്ട് 52 സീറ്റുകളും BJP തൂത്തുവാരിയിരിക്കുന്നു. അതും ഗുജറാത്തിൽ എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഒന്നുമല്ലാതായിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഗുജറാത്തിൽ ഉണ്ടായിരിക്കുന്നു എന്ന് ഇതിലൂടെ കൃത്യമായി പറയാൻ സാധിക്കും.